ആഹാരം കഴിച്ചാൽ ഉടനെ ചെയ്യാൻ പാടില്ലാത്ത ഒരു 7 കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ള ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ കാരണം പല പ്രശ്നങ്ങളും നമുക്കുണ്ടാകും. അതായത് വയറിൽ പുളിച്ചതായിട്ടുണ്ടാവാം, അതുപോലെ തന്നെ വയറിൽ എരിച്ചിലുണ്ടാവാം, ഫുഡ് ദഹിക്കാതെ ഉള്ള മലബന്ധം അതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാവും, പല്ലിൽ പ്രോബ്ലംസ് ഉണ്ടാവും, അയൺ അബ്സോർഷൻ പ്രശ്നം ഉണ്ടാവും, അതായത് അനീമിയ ഉണ്ടാവും, രക്തക്കുറവ് ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ചെയ്യുന്ന ശീലങ്ങൾ കാരണം നമുക്കുണ്ടാവും. നമുക്ക് പലപ്പോഴും ഇതിന്റെ കാരണം തിരിച്ചറിയാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനും ഇത് റിവേഴ്സ് ചെയ്യാനും പറ്റാറില്ല. അത്തരത്തിലുള്ള 7 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. കഴിച്ചതിന് ശേഷം കുളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, കഴിച്ചതിന് ശേഷം ഉടനെ കിടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും സത്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒന്ന്, കഴിച്ചതിന് ശേഷം കിടക്കരുത് എന്ന് പറയുന്നതിന് കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസം താഴോട്ട് പോകും. നമ്മൾ ശരിക്കും കഴിച്ച ആഹാരം ദഹിക്കണമെങ്കിൽ ശരിക്കും മെറ്റബോളിസം കൂടുതൽ നടക്കുകയും കൂടുതൽ ആ ഭാഗത്ത് എന്താണ് രക്തഓട്ടം നടക്കുക, വളരെ എനർജി ആ സമയത്ത് വേണം, എന്നാലേ ദഹിപ്പിക്കാൻ പറ്റുള്ളൂ. ആഹാരം ദഹിക്കണ്ടേ? അപ്പോൾ ആഹാരം ദഹിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തും ആ ആഹാരം കെട്ടിക്കിടന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, നമുക്ക് ന്യൂട്രിയന്റ് അബ്സോർഷൻ ഇല്ലാതെ നടക്കും. അതുകൊണ്ടാണ് ഉടനെ തന്നെ ഉറങ്ങരുതെന്ന് പറയുന്നത്. ഇനി കിടക്കരുതെന്ന് പറയുന്ന കാരണം എന്താണ്? നമ്മുടെ സ്റ്റൊമക്കിലാണ് ഇപ്പോൾ ഫുഡ്, നമ്മുടെ വയറിലാണ് ഫുഡ്. ഇത് മുകളിലോട്ട് കയറി പോകാൻ സാധ്യത. കിടക്കുന്ന സമയത്ത് നമ്മൾ മുകളിലോട്ട് പോകാനും ലോവർ ഈസോഫാജൽ സ്പിൻഡർ ഉണ്ട്, അതായത് നമ്മുടെ അന്നനാളത്തിന്റെ അറ്റത്ത് ഒരു റബ്ബർ ബാൻഡ് ഉത്സാഹമുണ്ട്, അത് ലൂസായി പോകും. അത് ലൂസായി പോയാൽ ഇങ്ങനെ തിരിച്ചു കയറിയാൽ അത് ലൂസാകുകയും നമുക്ക് പുളിച്ചോട്ട് ഉണ്ടാവാം, നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവും. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ കുട്ടമ്പായി ആണെങ്കിൽ ആഹാരം കഴിച്ചതിന് ശേഷം കിടക്കരുതെന്ന് അറിയാം. അത് പണ്ടുതൊട്ടേ പഴമക്കാരൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് കഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് നടക്കണമെന്ന് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യും? എല്ലാം ഓവറായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ജിമ്മിൽ പോയി കിടന്ന് ഓടാൻ തുടങ്ങി, നല്ല വെയിറ്റ് എടുത്ത് എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്യാവോ? ഒരു കാരണവശാലും അങ്ങനെ ചെയ്യും. കാരണം നമ്മളിങ്ങനെ എക്സസൈസോ അല്ലെങ്കിൽ നല്ല വ്യായാമം ചെയ്യുന്ന സമയത്ത് രക്തോട്ടം എങ്ങോട്ടായിട്ട് മാറും? നമ്മുടെ കൈയിലോട്ടും കാലിലോട്ടും അല്ലെങ്കിൽ ആ മസിലോട്ടാണ് രക്തോട്ടം നല്ലോണം വരുന്നത്. അപ്പോൾ നമ്മുടെ വയറിലോട്ടുള്ള രക്തോട്ടം കുറയുകയും ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡൈജഷനും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ കഴിച്ച ഉടനെ വ്യായാമം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അഥവാ വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ മുമ്പ് പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ കഴിച്ചിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ഡീറ്റെയിൽ ആയിട്ട് വേറെ ദിവസം പറയും. ഇനി ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് കഴിച്ചതിന് ശേഷം കുളിക്കരുത് എന്ന് പറയാനുള്ള കാരണം. ഉടനെ കുളിച്ചാലും ബോഡിയുടെ ടെമ്പറേച്ചർ വ്യത്യാസം വരികയും അതുപോലെ ബോഡിയിലെ വയറിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയുകയും നമുക്ക് ഫുഡ് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആകില്ല. ഇനി അതുപോലെ തന്നെയാണ് സ്വിമ്മിംഗ് ചെയ്തെന്ന് പറയുന്നത്. അതായത് കഠിനമായിട്ടുള്ള വ്യായാമമാണ് സ്വിമ്മിംഗ്, നീന്താൻ പോകുക. നമ്മൾ കഴിച്ചതിന് ശേഷം ഉടനെ തന്നെ നീന്താൻ പോയെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ രക്തോട്ടം കൈലോട്ടും കാലോട്ടും വരികയും ദഹനം നടക്കാതിരിക്കുകയും ചെയ്യും. ഇനി ഒരു കോമൺ മിസ്റ്റേക്ക് ആണ്, നമ്മൾ ആഹാരം കഴിച്ച ഉടനെ ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കുക. പ്രത്യേകിച്ചും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ പ്രഭാതത്തിൽ ആഹാരം കഴിച്ചതിന് ശേഷം എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഹാബിറ്റാണ്, മിക്ക വീടുകളും ചെയ്യുന്നത്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ചായയിലും കാപ്പിലും ടാനിൻസും പോളിഫിനോൾ എന്നൊക്കെ പറഞ്ഞ കണ്ടൻസ് ഉണ്ട്. ഇതെല്ലാം ഇരുമ്പിനെ ശരീരത്തോട് അബ്സോർബ് ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യും. അതായത് നമുക്ക് ആഹാരത്തിൽ നിന്നാണ് ഇരുമ്പ് കിട്ടുന്നത്. പല ആഹാരങ്ങളിൽ നിന്ന് നമുക്ക് അയൺ എന്നുള്ള കണ്ടന്റ് നമ്മുടെ ശരീരത്തോട് വലിച്ചെടുക്കും. ആ അയൺ കണ്ടന്റിനെ അബ്സോർബ് ചെയ്യുന്നതിനെ ബ്ലോക്ക് ചെയ്യും. ഈ ചായയോ കാപ്പിയോ ഉടനെ ആഹാരത്തിനോടൊപ്പം കുടിച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കഴിഞ്ഞ് കുടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ടാനിൻസ് ആൻഡ് പോളിഫിനോൾസ് ഇൻഹിബിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അയൺ ഉള്ള ആഹാരം കഴിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ചായയോ കാപ്പിയോ കൂടെ കഴിക്കാൻ പാടില്ല. കഴിച്ച ഉടനെ തന്നെ പല്ല് തേക്കുന്നത് നല്ലതല്ല. ഇതും കുട്ടമ്പായിക്ക് പറ്റിയ അബദ്ധമാണ്. പല്ല് വൃത്തിയാക്കണമെന്ന് കഴിച്ച ഉടനെ തന്നെ നമ്മളിപ്പം ഒരു അച്ചാർ കഴിച്ചു, അല്ലെങ്കിൽ ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസിഡിക് ആയിട്ടുള്ള ഒരു സാധനം കഴിച്ചു, ഇപ്പം ഒരു നാരങ്ങ വെള്ളം കുടിച്ചു, അതെല്ലാം ഇച്ചിരി അസിഡിക്കാം. ആഹാരം കഴിച്ചതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ ബ്രഷ് പേസ്റ്റ് എടുത്ത് പല്ല് വെച്ച് കഴിഞ്ഞാൽ ഈ അസിഡിക് എല്ലാം വായന്റെ പല്ലിലുണ്ട്. അത് വെച്ച് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പല്ലിന്റെ ഇനാമിലെല്ലാം പോകാനും പല്ലിൽ പുളിപ്പുണ്ടാകാനും സാധ്യത. അപ്പോൾ ആഹാരം കഴിച്ച ഉടനെ തന്നെ പല്ല് തേക്കുന്ന അത്ര നല്ലൊരു ഹാബിറ്റ് അല്ല. പിന്നെ ഒരു വലിയൊരു പ്രശ്നമാണ് ആഹാരം കഴിച്ച ഉടനെ തന്നെ സ്മോക്ക് ചെയ്യുന്നത്. ഇത് മിക്ക ആളുകളുടെ ഹാബിറ്റാണ്. ആഹാരം കഴിച്ച ഉടനെ തന്നെ എന്തെങ്കിലും സിഗരറ്റ് വലിക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ സിഗരറ്റ് വലിച്ച എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ട് അബ്സോർബ് ചെയ്യുന്ന വൈറ്റമിൻസും മിനറൽസും എല്ലാം ഈ സിഗരറ്റ് വലിക്കുമ്പോൾ ഇൻഹിബിറ്റ് ബ്ലോക്ക് ചെയ്യും. അതുപോലെ തന്നെ ഈ സിഗരറ്റിന്റെ അബ്സോർഷൻ, നിക്കോട്ടിനും അതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള പല സാധനങ്ങളും കൂടുതലായിട്ട് ശരീരത്തോട് അബ്സോർബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മോക്കിംഗിന്റെ സൈഡ് എഫക്ട് കൂടുതലാണ്. നിങ്ങൾ ആഹാരത്തിനോടൊപ്പമാണ് സിഗരറ്റ് വലിക്കുന്നത്, അല്ലെങ്കിൽ ആഹാരത്തിന് ശേഷം സിഗരറ്റ് വലിച്ചാൽ ഈ പ്രശ്നമാണ്. മദ്യപാനവും പ്രശ്നമാണ്. അമിതമായി നമ്മൾ ഈ സമയത്ത് മദ്യപിക്കുകയാണെങ്കിൽ പുളിച്ചു തേട്ടാനുള്ള സാധ്യത, പുറത്തോട്ട് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിനോടൊപ്പം വയറ് നല്ല ഫുഡായിട്ട് കഴിക്കുന്നതിനോടൊപ്പം അമിതമായി മദ്യം കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഈ ലോവർ ഈസോഫാജൽ സ്പിൻഡറിന് പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യത. ഇനി ഒരു അവസാനത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ആഹാരത്തിന് ശേഷം നമ്മൾ ചൂയിങ് ഗം കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ പെപ്സി കോള കുടിക്കാറുണ്ട്. ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കഴിച്ച് കഴിഞ്ഞാൽ വയറിനകത്ത് കാർബൺ ഡൈഓക്സൈഡ് നിറയും. കാർബൺ ഡൈഓക്സൈഡ് നിറഞ്ഞാൽ എന്തൊരു വയറ് വീർക്കും, അത് ഏമ്പക്കം വരും. ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. നമ്മൾ വിചാരിക്കും ദഹിച്ചു എന്ന് വിചാരിക്കും, ശരിക്കും തെറ്റാണ്. അത് ദഹിച്ചല്ല, ഇൻഡൈജഷനാണ്. പ്രോപ്പറായിട്ട് ഡൈജഷൻ സംഭവിക്കുന്നില്ല, വെറും ഒരു ഏമ്പക്കം പോലെ വരിക. അതുപോലെ തന്നെ ചൂയിങ് ഗം ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ എയറോഫേജിയാണ്, നമ്മൾ ഇങ്ങനെ എയർ അകത്തോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ദഹനം നടക്കില്ല, എയർ വയറിനകത്ത് നിറഞ്ഞ് നിൽക്കാൻ സാധ്യത. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു 7 അബദ്ധങ്ങളാണ് കോമൺ ആയിട്ട് നമ്മൾ ചെയ്യാറുള്ള അബദ്ധങ്ങൾ. ഇനി എന്തെങ്കിലും അബദ്ധങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യുക. എന്റെ ഓർമ്മയിലും ഞാൻ ചിന്തിച്ച സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു 7-8 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ 7-8 കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനാണ് നല്ലത്. പല ആളുകളും സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു അബദ്ധമാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇത് നിങ്ങൾ ഒഴിവാക്കിയാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം തടയാനും പല അസുഖങ്ങളും നമുക്ക് ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. കാരണം നമുക്കൊന്നും അറിയില്ല. പല ആളുകൾക്കും പുളിച്ചുകൊടുത്ത് ഉണ്ടാകുന്ന കാരണം അറിയില്ല, പല ആളുകൾക്കും മലബന്ധം ഉണ്ടാകുന്ന കാര്യം അറിയില്ല, പല ആളുകൾക്കും പല്ല് തേക്കുന്നതിന്റെ കാര്യം അറിയില്ല, പല ആൾക്ക് അയൺ ഡെഫിഷ്യൻസി വരുന്ന കാരണം അറിയില്ല. അപ്പോൾ കാരണങ്ങൾ അറിയാതെ ചികിത്സിച്ചാൽ അത് പൂർണ്ണമായിട്ട് മാറില്ല. ഇത്തരത്തിലുള്ള റീസണുകളും ഒഴിവാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. ഇത് ധാരാളം ആളുകളോട് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡിബേറ്റ് ലൈഫ് വരുന്നതായിരിക്കും. ടേക്ക് കെയർ.